അപ്പോൾ നിങ്ങളും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മയാണ് എങ്കിൽ നിങ്ങൾക്കും ഈ ഹെർബൽ പൗഡേഴ്സൊക്കെ നിങ്ങൾക്കും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം എന്ന് മാത്രമല്ല നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് വിശ്വാസത്തോടെ ഉപയോഗിക്കാം. ഇങ്ങനെ നല്ല സ്മൂത്ത് ഫൈൻ പൗഡർ ആയിട്ട് കേട്ടോ. നമ്മൾ കഴുകി ഉണക്കിയ ലീവാണ് ഇപ്പോൾ ലീവ്സാണ്. ഇതാണ് നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ അരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത്രയും ക്വാണ്ടിറ്റിയാണ്. ഹായ് ഹലോ, അലങ്കൃത ഫാഷൻസിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് വീട്ടിലിരുന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് വരുമാന മാർഗം നേടാൻ ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ കാണുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കയ്യെത്തും ദൂരത്തുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു കുറച്ചൊക്കെ ഒന്ന് മെനക്കെടാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ചെയ്യേണ്ട കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചപ്പോൾ നമ്മുടെ മെയിൻ പ്രോഡക്ട്സുകൾ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടാക്കാം, ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കുറേ വീഡിയോസിലുള്ളതാണ്. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കണ്ടുകൊണ്ട് നമുക്ക് പറയാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും അതുപോലെ ചെയ്യാൻ വേണ്ടവർക്ക് റോ മെറ്റീരിയൽസും പാക്കിംഗ് ഐറ്റംസും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി ഞാൻ ചെയ്തിട്ടൊരു വീഡിയോ ചിലപ്പോൾ ഈ വീഡിയോകൾ മുൻപായിരിക്കാം, ചിലപ്പോൾ ഈ വീഡിയോന് ശേഷമായിരിക്കാം വരുന്നത് കേട്ടോ. അപ്ലോഡ് വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പ്രോഡക്റ്റ് കാണാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം വീട്ടിൽ നിങ്ങളുടെ ആവശ്യത്തിനായിട്ടും നിങ്ങൾക്കത് വരുമാന മാർഗ്ഗമായിട്ടും നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാം. അത്രയും നമുക്ക് കിട്ടാവുന്ന പ്രോഡക്റ്റാണ്. നമുക്കൊന്ന് അധ്വാനിക്കാനുള്ളൊരു മനസ്സ് അത്രമാത്രം ഉണ്ടായാൽ മതി. അതേപോലെ ഒന്ന് മാർക്കറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓൺലൈനിലാണെങ്കിലും അറിഞ്ഞിരിക്കുക, അത്രയും വേണ്ടൂ. നിങ്ങൾക്ക് കയ്യിൽ നിറയെ പണമൊക്കെ സമ്പാദിക്കാൻ പറ്റും കേട്ടോ. ഒന്നും പറ്റില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള പോക്കറ്റ് മണിയെങ്കിലും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനത് കാണാം. നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യും കേട്ടോ. ഉണ്ടാക്കണതും അതിനെക്കുറിച്ച് പറയണതും ഒക്കെ ഞാൻ ആഡ് ചെയ്യാം. അത് നമുക്ക് പ്രോഡക്റ്റ് കണ്ടുകൊണ്ട് നീളാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഞാൻ ഒന്നെങ്കിൽ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിനോട് കൂടെ തന്നെ ചേർക്കും. ഇത് നമ്മൾ ചെയ്യുമ്പോഴാണ്, എഡിറ്റിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്കറിയാം ഒരു ബോക്സിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതിൽ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാൻ ഭംഗിയായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഇതാ ഫസ്റ്റ് ഇപ്പോൾ ഞാനതിലൊരു 6 പ്രോഡക്റ്റാണ് കാണിക്കുന്നത്. ഹെർബൽ പൗഡേഴ്സാണ്, ഹോം മെയ്ഡ് ഓർഗാനിക് ഹെർബൽ പൗഡേഴ്സ്. അതായത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും ഫേസ് വാഷ് ഉണ്ടാക്കാനും ക്രീം ഉണ്ടാക്കാനും നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ പറഞ്ഞു തരാറില്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഒക്കെയാണ്, അതിനൊക്കെ പോകുന്നതാണ് ഈ ഫേസ് പാക്ക് പൗഡറുകൾ. പക്ഷേ അതിന് മാത്രമല്ല, നമ്മുടെ ഫേസിലിടാൻ മാത്രമല്ല, നമുക്കത് ഒരുപാട് കാര്യങ്ങൾ സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഹെയർ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാക്കിയിട്ട് നമുക്ക് വിൽക്കുകയും ചെയ്യാം. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നേച്ചുറലായിട്ട് വിശ്വാസത്തോടെ ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, കെമിക്കലൊന്നും ചേർക്കാതെ. അപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത് 6 എണ്ണം ഉണ്ട് കേട്ടോ. 6 എണ്ണം ഉണ്ട്. 6 ഹെർബൽ പൗഡേഴ്സാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കുന്നത്, പൊടിക്കണത്, ഉണക്കണതൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ചെയ്യാൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ കാണിക്കാതെ തന്നെ ഫസ്റ്റ് ആയിക്കോട്ടെ. ഇതുവരെ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടില്ല. ഇത് എന്താണെന്നറിയോ, പപ്പായ പൗഡറാണ്. പപ്പായയുടെ ജ്യൂസ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, പപ്പായ എല്ലാവർക്കും പപ്പായ കിട്ടിയെന്ന് വരും. ഞങ്ങൾക്ക് ഇവിടെ സുലഭമാണ്, എല്ലാ വീട്ടിലെ പറമ്പുകളിലും ഉണ്ട്. പക്ഷേ പുറത്ത് താമസിക്കുന്നവർക്ക്, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക്, ജോലിക്ക് പോകുന്നവർക്ക് അതൊന്നും പറ്റില്ല. നമുക്കത് പപ്പായ പഴുത്തത് പിന്നെ വാങ്ങിക്കുന്നതിൽ അതിനനുസരിച്ച് പഴുപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ അതിന് അത്രത്തോളം ഗുണം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫ്രഷ് ജ്യൂസ് എടുത്ത് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഫേസ് പാക്ക് ഇടാനായാണെങ്കിലും സോപ്പിൽ ചേർക്കാനാണെങ്കിലും ഫേസ് വാഷിൽ ഫേസ് ക്രീമിലൊക്കെ ചേർത്തുണ്ടാക്കാനാണെങ്കിലും ഒക്കെ പപ്പായ പൗഡർ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അത് പപ്പായ പൗഡറാണ്, 50 ഗ്രാമാണ് ഇട്ടത്. അപ്പോൾ നല്ല മണമാണ് കേട്ടോ പപ്പായ. നല്ല നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ കയ്യിലറിയാം നല്ല മണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നമ്മൾ പപ്പായ മുറിക്കുമ്പോഴാണ് മണം ഉണ്ടല്ലോ, അതാണ്. കാരണം നമ്മളിവിടെ കെമിക്കലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ പുറത്തിരിക്കുമ്പോൾ ഈ കളർ വ്യത്യാസമുണ്ട്. ഞാൻ ഒന്ന് തുറന്ന് കാണിക്കാം. ഫസ്റ്റ് ഇത് തുറന്ന് കാണിക്കാവേ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ, എല്ലാം കാണണേ. അപ്പോൾ ഇതാണ് ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് കയറുന്നുണ്ട്. ഒരു മങ്ങൽ, ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഇട്ടത്, ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. നല്ല തിന്നാൻ തോന്നുന്നു. അപ്പോൾ അത് പിന്നെ നമ്മുടെ എല്ലാവരും വാങ്ങിക്കാറുള്ളതാണ് എന്താ, രണ്ടേ ഒരുമിച്ച് കാണിക്കുന്നവർക്ക് ഡിഫറൻസ് അറിയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കണ്ട കളറിൽ വേരിയേഷൻ ഉണ്ട്. എന്താണിത്? ഇത് ആര്യവേപ്പ്, കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കുന്നത് ആര്യവേപ്പ്. ഇത് തുളസി. ഇതൊന്നും ഉണ്ടാക്കുമ്പോഴും പൊടിക്കുമ്പോഴും എനിക്ക് കാണിക്കാനായിട്ട് പറ്റാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ തിരക്ക് നമ്മൾ ഒരുപാട് പേർക്ക് ഇത് പാക്ക് ചെയ്യണം.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് കാണിക്കുമ്പോൾ അറിയാം, ഉണ്ടാക്കണ പ്രോസസ്സ് കാണിക്കുമ്പോൾ അറിയാം എന്തോരം നേരം വേണം. അപ്പോൾ അതിനിടയിൽ ഷൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മുടെ വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇന്ന് 2 കസ്റ്റമറിന് ഉള്ളത് കുറച്ച് പാക്ക് ചെയ്യണ ഭാഗം 2 കസ്റ്റമറിന് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ ട്രിപ്പൊന്നും ഞാൻ പാക്ക് ചെയ്യണം. അപ്പോൾ പാക്ക് ചെയ്യണതല്ല, സോറി, പൊടിക്കണ ഭാഗം ജസ്റ്റ് എടുത്തിട്ടുണ്ട്, അതിൽ കൂടെ ഞാൻ ഇടാം. എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആര്യവേപ്പ്. ആര്യവേപ്പ് ഇല്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അതേപോലെ നമ്മുടെ ആര്യവേപ്പ് നമ്മുടെ വസൂരി സംബന്ധമായ അസുഖങ്ങൾ, എന്താ പറയുക, എന്തൊക്കെ അലർജി രോഗങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ തേച്ച് കുളിക്കണതും പച്ചമഞ്ഞളും ആര്യവേപ്പൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കണതൊക്കെയാണ് പാടുകളും ഈ അലർജി മൂലമുണ്ടാകുന്ന രോഗങ്ങളും ഒക്കെ മാരകമായ അസുഖങ്ങളൊക്കെ വന്ന വസൂരി കലകളൊക്കെ മാറുക അങ്ങനെയൊക്കെ ചെയ്യണതാണ്. അപ്പോൾ ആര്യവേപ്പിൻ്റെ കൂടെ അറിയാത്തവർ ആരുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നീം. പിന്നെ മലയാളം അറിയാത്തവർ നീമിൻ്റെ പൗഡറാണ് നമ്മളിവിടെ ഞാനത് കാണിക്കാം. ഞാൻ കഴുകി ഉണക്കി പൊടിക്കണതാണ്. ഉണക്കി വെക്കും, ആവശ്യാനുസരണം പൊടിച്ചു കൊടുക്കും. പിമ്പിൾസിനുള്ളവർക്കും സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാനും ഒരുപാട് പോകുന്നുണ്ട്. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആര്യവേപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക്. പിന്നെ ഇത് നമ്മുടെ തുളസി, കണ്ട വ്യത്യാസം കണ്ട, തുളസി കുറച്ച് ഡാർക്കാണ്, ആര്യവേപ്പ് ലൈറ്റാണ്. അപ്പം ഇതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കാവേ. പലർക്കും പല ഇഷ്ടങ്ങളാണ്. ഇത് നമ്മുടെ തുളസി കേട്ടോ, ശരിക്കും ഇത് പാക്കഡാണ്. ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കേ വേണ്ടു. അപ്പം ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല മണം തുളസിയുടെ. പിന്നെ ഇത് നമ്മുടെ ആര്യവേപ്പ്. ആര്യവേപ്പ് നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കയ്പ്പ് കയറും, അതേപോലെയാണ്. അപ്പം ഇത് നീം, അതും നല്ലൊരു രൂക്ഷഗന്ധമാണ്. തുളസി നല്ല സുഗന്ധമാണ്. അപ്പം ഇതിൽ ആര്യവേപ്പ് മണം രൂക്ഷാൻ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, വളരെ ഗുണങ്ങളുള്ളതാണ്. ആൻറ്റിബാക്ടീരിയൽ, ആൻറ്റിഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മുടെ സ്കിന്നിന് എല്ലാ തരം ഇതുകളിൽ നിന്നും, എന്താ പറയുക, സ്കിൻ ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം കിട്ടുന്നതാണ്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മുടെ ലോദ്ര. അയ്യോ, ഇതിൻ്റെ ഒരു ഓട്ടം ഉണ്ടല്ലോ. ഞാൻ രണ്ട് മാസം കൊണ്ട് എനിക്ക് ഈ ലോദ്രയ്ക്കും ലിക്കോറൈസിനും കിട്ടിയ പ്രോഫിറ്റ് നിങ്ങളോട് പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടും. 2 മാസം കൊണ്ട് ഇതിൻ്റെ സെയിൽ കൊണ്ട് കിട്ടിയത്. അപ്പം അത്രയും വളരെ നമുക്കൊന്ന് ബുദ്ധിമുട്ടിയാൽ മതി. നമ്മൾ ഒറിജിനൽ തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വേണം. നമ്മൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി തന്നെ എല്ലാ സ്ഥലത്തും പോയി നോക്കി ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി ഉള്ളത് തന്നെ തിരഞ്ഞെടുത്ത് കഴുകി ഉണക്കുക. അതാണ് ലോദ്ര ചെയ്യേണ്ടത്. ലോദ്രയാണ് ലിക്കോറൈസാണ്. ലിക്കോറൈസാണ് ഇങ്ങനെ വളരെയധികം എനിക്ക് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാം. ലിക്കോറൈസ്, ലോദ്ര ഒറിജിനൽ വാങ്ങിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഗുണം കിട്ടില്ല കേട്ടോ. ഇത് ആൻറ്റി ഏജിങ് ആണ്. സ്കിൻ നമ്മൾ ടൈറ്റ് ആവാനും ചുളിവുകൾ വരകൾ മാറാനുള്ളതാണ്. അപ്പോൾ ഇത് വേറെ ഒരു ഹെർബലിനോട് കൂടി, ലിക്കോറൈസിനോട് കൂടി, മഞ്ചിഷ്ടോട് കൂടി ഒക്കെ ചേരുമ്പോഴാണ് അതിന് കൂടുതൽ എഫക്റ്റീവായി കിട്ടുക. പിന്നെ എഗ് വൈറ്റ്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്, കുറേ വീഡിയോസ് ഇട്ട് പോയി കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ ലോദ്രയാണ്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഉള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഏതാ കാണിക്കാത്തത്, ആര്യവേപ്പ് കാണിച്ചു. നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ, അയ്യോ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫേസ് പാക്കിന് ഒരുപാട് ഞാൻ ഉപയോഗിക്കാറുള്ളതാണ്. നല്ലതാണ്. സ്കിൻ ബ്രൈറ്റനിങ്, പാടുകൾ മാറാൻ, ടാൻ മാറാൻ വളരെ നല്ലതാണ്. മറ്റേ സോപ്പ് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. പൊടികളാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചേർക്കാവുന്നതാണ്. ഫേസ് പാക്കിന് ഉപയോഗിക്കാവുന്നതാണ്. ഫേസ് വാഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഫേസ് ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ മഞ്ചിഷ്ട ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓട്ടങ്ങൾ ഓടുന്ന ഒരാളാണ്. പക്ഷെ മഞ്ചിഷ്ട ചിലവർക്ക് അലർജി ഉണ്ടാക്കും കേട്ടോ. ചിലവർക്ക് എന്നോട് ഇപ്പം ഇത്രയും ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് എണ്ണാൻ പറ്റാത്ത അത്ര ഞാൻ പോലും കണ്ണു തള്ളി നിന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഓട്ടം നമ്മുടെ സ്കിൻ കെയർ നമ്മൾ ആരംഭിച്ചപ്പോൾ, പ്രോഡക്ട്സിൻ്റെ സെയിൽ ആരംഭിച്ചപ്പോൾ മുതലുള്ള മഞ്ചിഷ്ട, ലിക്കോറൈസ്, ലോദ്ര, കോലരക്ക്, നവര, ഓറഞ്ച് പീൽ, സാൻഡൽവുഡ്, ഇതിൻ്റെയൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു, തിരക്കായിരുന്നു. അപ്പം അതിൽ ഞാൻ മഞ്ചിഷ്ടക്ക് ഇത്രയും പേര് വാങ്ങിച്ചിട്ട് ആകെ 2 പേരല്ല, ഒരാൾ മാത്രം എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് ജസ്റ്റ് അതായത് കുറച്ചൊരു കളറൊന്നും മാറാനായിട്ട് സോപ്പ് ഇടണം എന്നുള്ളൊരു ഇത് മാത്രം, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. പിന്നെ ഒരാളോട് നേരിട്ട് വന്ന കസ്റ്റമറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ആൾക്കൊരു ചെറുതായിട്ട് ഒരു ഇച്ചിങ്. അത് ഒരു ബോയ് ആണ് കേട്ടോ, ലേഡീസ് അല്ല, എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആ കുട്ടി നമുക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പം ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു നേരിട്ടൊന്ന് ഉപയോഗിക്കാം. പക്ഷെ ആൾക്ക് മഞ്ചിഷ്ടയുടെ ഓയിൽ പ്രശ്നമില്ല. അതും അപ്പം തന്നെ അപ്ലൈ ചെയ്തു, എന്നിട്ട് അത് വാങ്ങിച്ചു കൊണ്ടുപോയി. അതാണ് ആൾക്ക് പ്രശ്നമില്ല. കാരണം മഞ്ചിഷ്ടയുടെ ഓയിലിൽ ലിക്കോറൈസും ചേരുന്നുണ്ട്, ഓയിലും വെളിച്ചെണ്ണയും ചേരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇത് പോവാണ്. അപ്പം ഇത് നേരിട്ട് അവർക്ക് ഉപയോഗിക്കുമ്പോൾ ആൾക്കൊരു ചെറിയൊരു ഇച്ചിങ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് അലർജി ഇല്ലാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് ഹെർബലാന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടുല്ലോ, ഞാൻ ഏതെങ്കിലും കാണിക്കാത്തത് ഉണ്ടായില്ല. മഞ്ചിഷ്ട കാണിച്ചു, ഇതൊക്കെ കാണിച്ചില്ലേ, ആര്യവേപ്പ്, തുളസി, ഓറഞ്ച് പീൽ പൗഡർ, ലോദ്ര, പപ്പായ, മഞ്ചിഷ്ട, ഇതൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. ഇതൊക്കെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള
ഹെർബൽ പൗഡേഴ്സാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ കമൻറ്റും ചെയ്യുക, നമ്മൾക്ക് ബുക്കിങ്ങിനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഈ കാണിക്കുമ്പോൾ പറയാം. വീണ്ടും നമ്മുടെ വീഡിയോ ലെങ്തി ആവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ഗുണം നഷ്ടപ്പെടാതെ കിട്ടുകയാണ്. നമ്മൾ ഫസ്റ്റ് ഗ്രേഡാണ്. ഇനിയും തുളസി നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. പപ്പായ, ഓറഞ്ച്, അപ്പം അതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ മേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മഞ്ചിഷ്ടി. ഇതിൽ കാണിച്ചതിൽ മഞ്ചിഷ്ടിയും ലോതരിയും അതാണ് കാണിച്ച് ഞാൻ ഇപ്പോൾ ഇന്ന് കാണിച്ചതിൽ. പുറത്തുനിന്ന് മേടിക്കാം. പക്ഷെ ആ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കാര്യങ്ങൾക്ക് റേറ്റ് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വാങ്ങിക്കണം. നല്ലൊരു നിങ്ങൾക്ക് പരിചയമുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാം. ഇനി ഞാൻ വീണ്ടും നിങ്ങൾ എൻക്വയറി ഇല്ലാണ്ടിരിക്കുക. നമ്മുടെ ഇത് പൊടിക്കാത്തതും ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കുന്ന കാരണം അവർക്കും പൊടിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഒറിജിനൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും. പൊടിക്കാത്തത് അവൈലബിൾ ആണ്, പൊടിച്ചത് അവൈലബിൾ ആണ്. നമ്മുടെ സ്ഥിരം പ്രോഡക്റ്റുകൾ നമുക്കിപ്പോൾ ഇവിടെ എപ്പോഴും അവൈലബിൾ ആണ്. ഇല്ലാത്തത് നിങ്ങൾ ഓർഡർ എടുത്തതിന് ശേഷം ഞാൻ സ്റ്റോക്ക് ചെയ്യും. പിന്നെ മുൾട്ടാണി മിട്ടി, അതിനുള്ള കുറേ സംഭവങ്ങളുണ്ട്. ചെറുപയർ പൊടി അതൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ. ഞാൻ പക്ഷേ മുൾട്ടാണി മിട്ടിയൊക്കെ ഇപ്പോൾ നല്ല ബ്രാൻഡ് കാര്യം മുൾട്ടാണി മിട്ടി എല്ലായിടത്തുനിന്നും കിട്ടുന്നൊക്കെ ഉണ്ട്. എങ്കിലും ചിലതൊക്കെ ഒരു ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസം കാണാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബ്രാൻഡ് മാറി മുൾട്ടാണി മിട്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ആൽമണ്ട് പൗഡർ, മുൾട്ടാണി മിട്ടി, സാൻഡൽവുഡ് പൗഡറൊക്കെ മിക്സ്, അതിൻ്റെ ഞാൻ നിങ്ങളോട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മയാണ് എങ്കിൽ നിങ്ങൾക്കും ഈ ഹെർബൽ പൗഡേഴ്സൊക്കെ നിങ്ങൾക്കും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. എന്ന് മാത്രമല്ല നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് വിശ്വാസത്തോടെ ഉപയോഗിക്കാം. കാരണം നമ്മളാണിത് ഉണ്ടാക്കിയത്. നമ്മളിതിൽ ചേർത്ത കാര്യങ്ങൾ നമുക്കറിയാം. നമ്മളിതിനെ എന്താ പറയുക സേഫായി വൃത്തിയായി പ്രോസസ്സിങ് ചെയ്തത്, ഓരോ കാര്യങ്ങളും ചെയ്തത് നമുക്കറിയാം. അപ്പം നമ്മൾക്ക് ഇതിൻ്റെ എത്ര ഇതിന് ഗുണങ്ങളുണ്ട് അത് പൂർണ്ണമായിട്ട് ലഭിക്കും. അപ്പം എല്ലാവർക്കും ഇത് ചെയ്യാം. പൊടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്ത് പോകരുത്. പൊടിക്കുന്ന വീഡിയോ, ഉണക്കണ വീഡിയോ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നൊക്കെ എടുത്ത് വെക്കും. അത് ഓരോ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ ഇടാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. സന്തോഷമായില്ലേ? ഒരുപാട് പേരാണ്. അപ്പോൾ ചോദിക്കും, നമ്മൾ ഇടുമ്പോൾ വീഡിയോയിൽ കാണുന്നില്ല, വീണ്ടും കയറി ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. പഴയ വീഡിയോ എടുത്ത് കാണാൻ പറ്റാത്തത് കൊണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ കിഡിലൻ പ്രോഡക്റ്റുകളാണ്. വേണ്ട ഒരു വാട്സപ്പിൽ വേഗം ബുക്ക് ചെയ്യാം കേട്ടോ. ഹെർബൽ പൗഡേഴ്സ് മാത്രമല്ല നമ്മുടെ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യത്തെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിൻ്റെ 7 days കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് 7 ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണണേ. ഇപ്പോഴും ലൈക്ക് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കേട്ടോ. നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്. അവ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വേഗം ഇടാനായിട്ട് തോന്നുള്ളൂ. കിടക്ക ഉണക്കി വെക്കും. ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്, ഒന്നുകൂടി ആവണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ തുളസി ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പം കാറ്റത്തൊക്കെ പറന്നു പോകും. പല സന്ദർഭത്തിലും ഉണക്കാൻ പറ്റിയ സാധനങ്ങളും തിരികെ കിട്ടിയിട്ടില്ലേ കാറ്റത്ത്. അപ്പം അതാണ് ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നത്. അപ്പോൾ തുളസി, അങ്ങനെ ബീട്രൂട്ട്, നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഓപ്പൺ ടെറസിലാണ് നമ്മൾ ഈ ഉണക്കാറ് കേട്ടോ. നമ്മുടെ ആര്യവേപ്പൊക്കെ നമ്മൾ ഉണക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കുക. അങ്ങനെ പൊടിച്ചതിന് ശേഷം നമ്മൾ ജാറിലിട്ടിട്ട് ഇങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക കേട്ടോ. ഇതൊന്നും ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ മായം ചേർക്കാത്ത ഹെർബൽ പൗഡറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കസ്റ്റമേഴ്സിന് തീർച്ചയായും കിട്ടും. അപ്പോൾ അവർ വീണ്ടും നമ്മുടെ നിന്ന് വാങ്ങിക്കും. അങ്ങനെയാണ് നമ്മൾ നല്ലൊരു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു പ്രതിഫലം ലഭിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അടുത്ത ഏത് വീഡിയോ മുന്നിടാന്നൊക്കെ അറിയാൻ പറ്റില്ല. ഈ വീഡിയോ ആണോ അപ്ലോഡ് ആവുക, ഇത് പാക്ക് ചെയ്യാനുള്ള ഐറ്റംസിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ആവാന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് നമ്മൾ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. കണ്ടെയ്നർ ജാർസും കവറുകളും ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശായിട്ട് പൊടിച്ചിട്ട് വരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അരിച്ചെടുക്കണം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എല്ലാ ലീഫും കേട്ടോ. അതുപോലെ തുളസിയുടെ അങ്ങനെ നമ്മുടെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഹെർബൽസ് ഉണ്ട് അതൊക്കെ അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അവർക്കായിട്ട് ഞാൻ കാണിക്കണേ. ഇങ്ങനെ നല്ല സ്മൂത്ത് ഫൈൻ പൗഡർ ആയിട്ട് കേട്ടോ. ഇതാ ഇത്രയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നീമ് പൊടിച്ചപ്പോഴുള്ള ആ ഒരു കണ്ട ഇത്രയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 150-200 ഗ്രാം ഉണ്ടാവുള്ളൂ. ഇത്ര അധികം നീമ് നമ്മൾ പൊടിച്ചിട്ട്. അപ്പോൾ നമുക്ക് അത്രയധികം ഈ പൊടി ഇലകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പൊടിക്കണം കേട്ടോ. അതിപ്പോൾ ഇൻഡിഗോ ആണെങ്കിലും നീമാണെങ്കിലും തുളസി ആണെങ്കിലും കുറച്ചൊക്കെ അധ്വാനിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അധ്വാനിക്കാൻ തയ്യാറായാലും നമ്മുടെ ഹെർബൽ പൗഡർ നേച്ചുറലായിട്ട് മായം ചേർക്കാതെ കൊടുക്കുമ്പോൾ നമുക്കതിന് പ്രതിഫലം ഉണ്ടാവും.
കണ്ട ഇത് നമ്മുടെ ആര്യവേപ്പിൻ്റെ. അപ്പോൾ എന്തായാലും ഇത് കൂടിപ്പോയാൽ 200, അത്ര 200 ഗ്രാം അത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര അധികം പൊടിച്ചിട്ട് പിന്നെ നമുക്ക് ഇനിയും പൊടിക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കിണക്കിട്ടത് കേട്ടോ. ആകെ ഒരു ബോട്ടിലും പിന്നെ ഇതാ ഇതുകൊണ്ട് ഒരു 1/2 ബോട്ടിൽ, അങ്ങനെ ഒരു 150 ഗ്രാമാണ് ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഇത്ര അധികം പൊടിച്ചിട്ട്. കണ്ടോ നമ്മുടെ തുളസിയാണ്, എല്ലാവരും വീട്ടുമുറ്റത്തും ഉണ്ടാവില്ല തുളസി. അപ്പോൾ നമ്മൾ ഈ നീം തുളസി പൗഡറൊക്കെ സോപ്പ് ഉണ്ടാക്കാനുള്ളവർക്ക്, അതേപോലെ ഫേസ് വാഷ് ഉണ്ടാക്കാനുള്ളവർക്ക് ഒക്കെ കൊടുക്കും. അപ്പം അവർ ചോദിക്കാതെ ഇങ്ങനെ പൊടിക്കാറുണ്ട്. ഒരു പണിയില്ലെന്നേ, ഇതിങ്ങനെ ഇതേ ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. ഞാൻ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നത്, എൻ്റെ വീട്ടിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല ഫ്രഷ് തുളസിയാണ്. തുളസി മുഖക്കുരുവിനും കറുത്തപാടുകൾ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് സോപ്പിലാണെങ്കിലും ഫേസ് പാക്ക് പൗഡറുകളിലാണെങ്കിലും മുഖക്കുരുവിനുള്ള ഒരു ഫേസ് പാക്ക് പൗഡർ ഉണ്ട്, അതിനാണെങ്കിലൊക്കെ നമ്മളിത് ഉപയോഗിക്കും. നമ്മൾ ലീഫ് ഇങ്ങനെ വേർപ്പെടുത്തി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ കതിരുകളില്ലേ, കതിരുകളൊന്നും പാടില്ല. കണ്ടോ കതിരുകൾ, ഇതിൻ്റെ ഇങ്ങനത്തെ കതിരുകളില്ലേ അതൊന്നും പാടില്ല. ഈ കണ്ട ഇതേപോലത്തെ കതിരുകളൊന്നും പാടില്ല. അപ്പോൾ ഈ കതിര് കളയണം, ഈ സാധനം കളയണം. എന്നിട്ട് ലീഫ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ലീഫ് തണ്ട് വേണ്ട. അപ്പോൾ ലീഫ് മാത്രം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ എന്താ പറയുക അടർത്തിയിട്ടിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഉണക്കാൻ. തണലത്ത് ഉണക്കിയാൽ മതി കേട്ടോ. ഒരു 2 ദിവസം, ഒരു ദിവസം ഫുള്ളാണെങ്കിൽ അത് മതി. അല്ലെങ്കിൽ 2 ദിവസമായി കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളിത് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് പൊടിക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ ഫ്രഷാണ്, ഞാൻ അപ്പോൾ പൊട്ടിച്ച് കൊടുത്തേ ഉള്ളൂ. നല്ല ചൂടല്ലേ ഇപ്പം. അപ്പം അതുകൊണ്ട് അതിങ്ങനെ നമ്മൾ പൊട്ടിച്ച് നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോൾ തന്നെ അതൊരു വാടിയ പോലെയും. അപ്പോൾ ഇതാ കണ്ടോ. അതേപോലെ നമ്മൾ നീമൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് സെയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ചോദിക്കും, അത് കാണിക്കുമോ അത് കാണിക്കുമോ. ഇനി വേറെ ഒന്നുമില്ല, അത് ഉണക്കുക, ജാറിൽ പൊടിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ തുളസിയാണ്, ഫ്രഷ് കൃഷ്ണ തുളസിയാണ് കേട്ടോ. നമ്മുടെ തുളസിയുടെ ഇല നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പൊടിക്കാൻ പോവാണ് കേട്ടോ. വേണ്ട നമ്മുടെ ലീവ്സൊക്കെ നമ്മൾ കവറിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളിങ്ങനെ ഡപ്പയിലാക്കിയിട്ട് ഇങ്ങനെ റാപ്പ് റോൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യാനുസരണം നമുക്കിതൊക്കെ എടുത്തിട്ട് നമുക്ക് പൊടിക്കുക വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് ഞാൻ കവറിലേക്ക് മാറ്റി ഇത് വെച്ചിട്ട് പൊടിക്കുക. നമുക്ക് ആദ്യം കൈ കൊണ്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഞങ്ങളുടെ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് കൈ കൊണ്ട് കുറച്ചിങ്ങനെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് നമ്മുടെ ജാറിലേക്ക് ഇടാൻ പറ്റും. നമ്മുടെ കൃഷ്ണ തുളസിയുടെ നമ്മൾ കഴുകി ഉണക്കിയ ലീവാണ് ഇപ്പോൾ. ലീവ്സാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ നമ്മൾ ഉണക്കണതൊക്കെ. കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നേരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വ്യൂവേഴ്സിനായിട്ട് ഇടുന്നതാണ് കേട്ടോ. കണ്ടോ അപ്പോൾ നല്ല ഉണക്കായിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണ തുളസിയുടെ ഇതൊക്കെ നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. നമുക്കിതിലെ ജാറ് നല്ലൊരു സ്മെല്ല കേട്ടോ, നല്ലൊരു മണം വരുന്നത്. തുളസിയുടെ മണം നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ലൊരു മണം. അപ്പോൾ നമുക്കിതിങ്ങനെ ഇതിപ്പോൾ നമുക്ക് കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫേസ് വാഷ് ഉണ്ടാക്കാനും സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ആര്യവേപ്പ് പൊടിക്കുന്നത് നമ്മൾ കണ്ടുല്ലോ, അതേ മെത്തേഡ് തന്നെ നമ്മൾ തുളസിയില ലീഫുകളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്കിതൊന്ന് ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് വരാം കേട്ടോ. ഇട്ടിരിക്കുന്നത് കേട്ടോ വേണ്ട. അപ്പം നമുക്കിന്ന് എങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിത് ഫൈനാക്കണം. നമുക്ക് ഇപ്പോൾ ഫേസ് പാക്കിനാണെങ്കിലും സോപ്പിനാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഫൈനാകണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്ട്രെയിനറിൽ അരിക്കണം കേട്ടോ. അപ്പം വേണ്ട ഇത് അരിച്ചെടുക്കാവേ. ഇത് ഞാൻ കുറച്ച് മാത്രം എടുത്തതാണ്. നമുക്കിനി അവിടെ ഞാൻ കാണിച്ച ആ സംഭവത്തിലുള്ളത് ഒക്കെ നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. കസ്റ്റമറിനുള്ളതാണ്. പാക്കിങ്ങിൻ്റെ സമയമാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഡപ്പയിലൊക്കെ ആക്കണതൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ. അതുകൊണ്ട് അപ്പോൾ അതാ നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കുക. വേണ്ട ഇനിയും വേണം. ഒന്നുമല്ല, ഒരു 10 ഗ്രാം പോലും ഇത് അരിച്ചുണ്ടാവില്ല. നമുക്ക് ഇനിയും ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഇനിയും കുറേശ്ശെ എടുത്ത് പൊടിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തുളസി പൊടിക്കുക, മനസ്സിലായല്ലോ. നീമ് തുളസിയൊക്കെ ഇതും കൂടി പൊടിക്കണം, കാരണം തികയില്ല, ഇനിയുണ്ട് ഇഷ്ടം പോലെ. അപ്പം ഞാൻ ഇതും കൂടി ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും പൊടിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓറഞ്ച് ബീലാണെങ്കിലും മഞ്ചിഷ്ട, ലിക്കോറൈസ്, ലോതര എല്ലാം പൊടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പൊടിച്ചിട്ട് വരാവേ. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഹെർബൽ പൗഡേഴ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ. എങ്ങനെയാണ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ നിറച്ചിട്ടിട്ടുണ്ട്, കുറച്ചുണ്ടാവുള്ളൂ. ഒരു 15-20 ഗ്രാം അത് കിട്ടുള്ളൂ പൊടിച്ച് കഴിഞ്ഞാൽ. കാണുമ്പോൾ നിറച്ചതാണ്, പക്ഷേ ഒരു 15-20 ഗ്രാം ഉണ്ടാവുള്ളൂ കേട്ടോ പൊടിച്ച് കഴിഞ്ഞാൽ. ഇത്രയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്.
നമ്മൾ നേരത്തെ കിട്ടിയിരിക്കണമെന്ന് ഒരു ചെപ്പിൽ ഒരു 14 ഗ്രാമുള്ള നേരത്തെ കിട്ടിയിരിക്കണത് കേട്ടോ. പിന്നെ ഇതും കൂടി ആകുമ്പോൾ ഇനിയുണ്ട് പൊടിക്കാൻ, അതെല്ലാം കിട്ടത്തില്ല. അങ്ങനെ നമുക്ക് ഒരു 50 ഗ്രാമിനടുത്താണ്. ഇത്രയ്ക്കൊക്കെ പൊടിച്ചാലും കിട്ടുള്ളൂ കേട്ടോ. ഒരു 3 ട്രിപ്പ് നമ്മൾ ഒരു ഫുൾ ജാറ് പൊടിച്ചാൽ കഴിഞ്ഞാൽ അത്രയേ കിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഈ ഇലകളൊക്കെ നമുക്ക് അത്രയ്ക്കേ കിട്ടുള്ളൂ. അതേപോലെ മറ്റുള്ള നമ്മുടെ സംഭവങ്ങളിൽ കുറേശ്ശൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ട്രെയിൻ ചെയ്തിട്ട് സ്ട്രെയിനർ മറ്റേ അരിച്ചു കഴിഞ്ഞല്ലേ തരിതരിപ്പ് വേണം. അത്ര വേരുകളായതുകൊണ്ട് വൃക്ഷത്തിൻ്റെ. അപ്പോൾ അതാ ഇത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇത്രയ്ക്കാണ് ആ തുളസി. 3 പ്രാവശ്യമായിട്ട് നമ്മൾ 3 ജാറ് ഫുള്ളും പൊടിച്ച തുളസിയുടെ പൗഡർ കിട്ടിയിരിക്കുന്നത് ഇതാ ഇത്രയ്ക്കാണ് കേട്ടോ. 50 ഗ്രാം അത്രയ്ക്ക് നമ്മൾ കിട്ടിയിരിക്കണം തുളസിയുടെ പൗഡർ. പിന്നെ ഇത് ഞാൻ അന്ന് നമ്മൾ ഇതിന് മുൻപ് ഞാൻ നീമിൻ്റെ പൗഡർ പൊടിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ തുളസി ഡാർക്കായിരിക്കും, ആര്യവേപ്പ് കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും. ഇത് ആര്യവേപ്പിൻ്റെ കണ്ട. അപ്പോൾ അതാ ഇത് രണ്ടിൻ്റെയും കളർ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാവേ. കണ്ട, കുറച്ച് നമ്മുടെ ഡാർക്കാണ് നമ്മുടെ തുളസി, ആര്യവേപ്പ് കുറച്ച് ലൈറ്റാണ്. ഇങ്ങനെ ഇരിക്കും. അപ്പം അത്രയ്ക്കൊക്കെ നമുക്ക് ലീഫുകൾ കുറേ നമ്മൾ ഉണക്കിയാലാണ് കിട്ടുക. പക്ഷെ നമുക്ക് നേച്ചുറലായിട്ടൊരു മായം ചേർക്കാതെ ഉണ്ടാക്കി അവനവൻ്റെ യൂസിനും വരുമാന മാർഗവും ആക്കാവുന്നതാണ് കേട്ടോ. എല്ലാവരും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇത് ചെയ്ത് നോക്കണം. നമുക്കിത് കഴുകി ഉണക്കാൻ പൊടിക്കുക ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കതൊരു വരുമാനം വീട്ടിലിരുന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിടുന്നത് നമ്മുടെ മഞ്ചിഷ്ടയാണ് കേട്ടോ. നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നൈസാക്കണം. കണ്ടോ, പൊടിഞ്ഞിട്ടില്ല. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അത് അരിച്ച് വെച്ചതാണ്. അപ്പോൾ ഒന്നും കൂടി അത് നൈസായിട്ട് പൊടിക്കണം. നമുക്കും ഇത് ഓർഡറുള്ളതാണ്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു മാറി ഇരുന്നിട്ട് ഒരു വർക്കിംഗ് സ്പേസിൽ ചെയ്യാം കേട്ടോ. കാരണം മഞ്ചിഷ്ടയുടെ പൊടിയൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അരിക്കുമ്പോൾ ഭയങ്കര തൂളിച്ചയാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയെ മൊത്തത്തിൽ പൊടി മയമായിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യേണ്ട ഒരു പണിയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം മാറിയിരുന്ന് വേറൊരു സ്പേസിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മഞ്ചിഷ്ട അരിക്കണ സമയത്തേക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് പൊടി തൂളും, നമ്മുടെ ഫോണിലേക്കൊക്കെ ആവും. അപ്പോൾ അത് കാരണം ഞാൻ ഇനിയും ഉണ്ട് അരിക്കാൻ പൊടിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നന്നായിട്ട് പൊടിക്കണം. അയ്യോ, മഞ്ചിഷ്ടമൊക്കെ പണിയാണ് കേട്ടോ. ഇഷ്ടംപോലെ പണിയാണ് ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കുറേ പ്രാവശ്യം പൊടിച്ച് ഭയങ്കര തരി ഉണ്ടാവും. കാരണം ഇതൊക്കെ മഞ്ചിഷ്ട എന്നൊക്കെ പറയുന്നത്, ലിക്കോറൈസ് എന്നൊക്കെ പറയുന്നത് ഓരോ മരങ്ങളുടെ റൂട്ട് തണ്ട് അതൊക്കെയാണ്. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് നന്നായി നമുക്ക് ഫൈനായില്ലെങ്കിൽ നമുക്ക് മുഖത്തിടാൻ പറ്റില്ല. ഫേസ് പാക്കിനും മഞ്ചിഷ്ട ഓയിൽ ഉണ്ടാക്കാനും സോപ്പിനൊക്കെ അത് കൂടുതൽ പോകുക. അപ്പം നിങ്ങളത് ഫേസ് പാക്കിനൊക്കെ കഴിഞ്ഞ് ഫൈനാണ്. ഓയിൽ കാച്ചുമ്പോൾ ഫൈൻ വേണമെന്നൊരു നിർബന്ധമില്ല. ക്രഷ്ഡായാലും മതി കേട്ടോ. അത് തണ്ട് തന്നെ ആയാലും മതി പൊടിക്കുന്നതാണ് മുൻപ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ പൊടിച്ചെടുത്താൽ മാത്രമാണ് നമുക്കിത് കുറേ കിട്ടും. പക്ഷെ നമുക്ക് സ്ട്രെയിനിന് ഈ അരിച്ചെടുക്കാനാണ് ഇതിനൊരു പാടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി നിങ്ങൾ കടിച്ചെടുത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെയാണ് മഞ്ചിഷ്ടമാണെങ്കിലും കഴുകി ഉണക്കി പൊടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മഞ്ചിഷ്ട പൗഡർ ആയി. നിങ്ങൾ കണ്ടല്ലോ, നീം, തുളസി, മഞ്ചിഷ്ട. നമുക്ക് ലോദ്ര നിറയ്ക്കണം. ലോദ്രയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ലോദ്രയൊക്കെ ഓൾറെഡി ഞാൻ പൊടിച്ച് വെച്ചല്ലോ അതും. അപ്പോൾ ഞാൻ പൊടിച്ച ഭാഗം ഉണ്ട്, ഡിലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഓറഞ്ച് തൊലി പൊടിക്കണം കേട്ടോ. അപ്പോൾ അത് ജാറിലേക്ക് തന്നെ ഇതേപോലെ പൊട്ടിച്ചിടുക, എന്നിട്ട് പൊടിച്ചെടുക്കുക. കുഞ്ഞു പീസുകളായിട്ട് ഇട്ടിട്ട് നമ്മളൊരു ജാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊടിച്ചിട്ട് വരാവേ. കുറേ 5-6 പ്രാവശ്യം ഇട്ട് പൊടിക്കാനുള്ളതുണ്ട്. ഞാനൊരു പ്രാവശ്യം നമുക്ക് അതിനെ പൊടിക്കണ്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഫൈനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കണം കേട്ടോ. കേട്ടോ, ഇത് നല്ല ഫൈൻ. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലിഡിൽ ഇരിക്കുന്നത് ഫൈനാണ്. ഇതേപോലെ നമ്മളിത് അരിച്ചെടുത്ത് ഫൈനാക്കണം കേട്ടോ. അങ്ങനെ നമ്മൾക്ക് എത്ര ആവശ്യമുണ്ട് അതൊക്കെ നമ്മൾ ഇങ്ങനെ അടിച്ച് പൊടിച്ച് കണ്ടെയ്നർ ജാറിലാക്കി സൂക്ഷിക്കുക. ഇന്നിപ്പോൾ എനിക്ക് ഒരുപാട് പൊടി ഓറഞ്ച് ബില്ലിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ പൊടിച്ചതൊക്കെ നമ്മുടെ ഓർഡറിനുള്ളതാണ്. ഒരു 2 കസ്റ്റമറിനുള്ള ഓർഡറുകൾക്ക് ഹെർബൽ പൗഡേഴ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതാണ് നമ്മൾ ഓറഞ്ച് ബിൽ പൗഡർ അരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഒരു കുഞ്ഞു ജാറിൽ അടിച്ചത് കേട്ടോ. പിന്നെ കുറച്ചും കൂടി. അപ്പോൾ ഇഷ്ടംപോലെ ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പൊടിക്കുന്നത് കാണിക്കാൻ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറേശ്ശെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അരിച്ചെടുക്കുക, വീണ്ടും വീണ്ടും അരിക്കുക, ഫൈൻ പൗഡർ വെക്കുക.
ഫേസ് വാഷിനും സോപ്പിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫേസ് പാക്ക് പൗഡറിന് അങ്ങനെ ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇത് ഏടാക്കാൻ പറ്റും. നമ്മുടെ യൂസിന് ഉപയോഗിക്കാം, വരുമാനമാർഗ്ഗമാക്കിയിട്ടും മാറ്റാം. ഇതൊക്കെ നമുക്ക് കസ്റ്റമറിന് ഇപ്പോൾ ഓർഡറുള്ള സംഭവങ്ങളാണ്. പാക്ക് ചെയ്യണം, സ്റ്റിക്കർ ഒട്ടിക്കണം, അങ്ങനെ ഒരുപാട് പണികൾ ഇതേ വീണ്ടും കെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് നോക്കാം. നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ കേട്ടോ, ഇതിൽ 50 ഗ്രാമിൻ്റെ ബോട്ടിൽ അധികം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ബോട്ടിൽ 50 ഗ്രാം ആവശ്യമുള്ളവർക്ക് ആക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ലോദ്രയാണ് കേട്ടോ. ലോദ്ര ഞാൻ പൊടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഏടാക്കാൻ പറ്റാമെന്ന് വെച്ചാൽ ഞാൻ ഏടാക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതും കൂടി വേണം. ഇനി നമുക്ക് പപ്പായ പൗഡറും കൂടി ഉണ്ട് കേട്ടോ. അത് ഓൾറെഡി പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി പാക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ലോദ്ര ഒരു 50 ഗ്രാം ആക്കിയതിന് ശേഷം നമുക്ക് പപ്പായ പൗഡർ ആക്കാം. ഇപ്പോൾ നമ്മുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 51. അപ്പോൾ ഈ കുപ്പിയുടെ വെയിറ്റ് ഇതിൽ കൂട്ടില്ല കേട്ടോ. അത് ടയർ ചെയ്തിട്ടാണ് നമ്മൾ പൊടിയുടെ വെയിറ്റ് മാത്രമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യും. ഇതെന്താണെന്നല്ലേ, ഇതാണ് നമ്മുടെ പപ്പായ പൗഡർ കേട്ടോ. ഞാൻ പപ്പായ പൗഡറിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്, നമ്മുടെ കാറ്റലോഗിൽ കൊടുക്കാറുണ്ട്. പപ്പായ പൗഡറാണ്, വളരെ നല്ല മണം കേട്ടോ, അടിപൊളിയാണിത്. സോപ്പ് ഉണ്ടാക്കാനും ഫേസ് പാക്ക് ഉണ്ടാക്കാനും ക്രീം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ പപ്പായ പൗഡർ. ഇതാണ് കേട്ടോ നമ്മുടെ ഹെർബൽ പൗഡേഴ്സ്. ഫേസ് പാക്കിന്, അതേപോലെ ഫേസ് വാഷ്, ഫേസ് ക്രീം, സോപ്പ് ഉണ്ടാക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഹെർബൽ പൗഡേഴ്സാണ് നമ്മുടെ. ഇത് ഏതൊക്കെയാണെന്നല്ലേ, ഇത് പപ്പായ പൗഡറാണ്, ഇത് നമ്മുടെ ആര്യവേപ്പാണ്, ഇത് ലോദ്ര, ഇത് തുളസി, ഇത് ഓറഞ്ച് പീല്, ഇത് മഞ്ചിഷ്ട, ഇത് ഓറഞ്ച് പീല്, ഇത് തുളസി. കണ്ടോ, അപ്പോൾ ഇത്രയും നല്ല ഹെർബൽ പൗഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കി പോയി. അതായത് വാങ്ങിച്ച് മാനുഫാക്ചേഴ്സിൻ്റെ നമ്മൾ നീമാണെങ്കിലും തുളസി ആണെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളത് പൊട്ടിച്ച് ഉണക്കി ആക്കുന്നത്. ലിക്കോറൈസ് ലോദ്ര എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വാങ്ങിച്ച് ഉണക്കി പൊടിക്കുന്നത്. ഓറഞ്ച് പീലൊക്കെ നമ്മൾ തന്നെ അതിൻ്റെ പീല് കളയാതെ ഉണക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്, അതാണ് പ്രത്യേകത. അപ്പോൾ നേച്ചറിലാണ്, കെമിക്കലില്ല, ഒറിജിനലാണ് കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളും വീട്ടിലിരുന്നു കൊണ്ട് നമ്മളെ വെറുതെ കളയുന്ന ടൈം ഉപകാരപ്രദമാക്കാം കേട്ടോ. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ബൈ.